നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. എല്ലാവരും വിവിധ പരിപാടികളാണ് ഈ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്നത്. വനിതാ ദിനത്തിന്റെ ഭാഗമായി ഇന്ന് കൊട്ടാരക്കര മർത്തോമ ജൂബിലി മന്ദിരത്തിൽ മർത്തോമ യുവജന സഖ്യ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനം വനിതാ ഫോറം സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തനിമ ലോക വനിതാ ദിനാഘോഷം നടത്തുകയുണ്ടായി. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഞങ്ങൾ കൂടി വരുവാൻ തന്ന സാവകാശത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ഭദ്രാസനത്തിൽ നിർത്തുന്ന പ്രിയപ്പെട്ട തിരുമേനിയോടൊപ്പം, പ്രിയപ്പെട്ട അച്ഛന്മാരോടൊപ്പം ഇത്രയും വനിതകൾക്ക് ഒരുമിച്ച് ചേർന്നുവന്ന് ഞങ്ങളുടെ സമൂഹത്തിലെ പ്രകാരമായിരിക്കണം, കർത്താവെ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ പ്രകാരമായിരിക്കണമെന്നൊക്കെ ചിന്തിപ്പാനും ആലോചിപ്പാനും നല്ല ഉൾക്കാഴ്ചകളെ സ്വീകരിപ്പാനും തന്നിരിക്കുന്ന ഈ മഹത്തായ അവസരത്തിനായി സ്തോത്രം. കേവലം ഒരു ആഘോഷത്തിന്റെ ദിവസമായിട്ട് മാത്രമല്ല, മറിച്ച് ലിംഗസമത്വത്തിന് വേണ്ടി നടക്കുന്ന പോരാട്ടങ്ങളുടെയും സമൂഹത്തിൽ എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി വാദിക്കേണ്ടതിന്റെ ആവശ്യകതകളുടെയും ഒരു ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് ഓരോ വനിതാ ദിനാഘോഷങ്ങളും. ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഇന്നും സ്ത്രീകൾക്ക് നേരെ നിരവധിയായിട്ടുള്ള ചൂഷണങ്ങൾ യുവതികൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്നും ഇപ്രകാരം ഒരു വനിതാ ദിനം നമ്മൾ ആഘോഷിക്കുന്നത്. വിദ്യാഭ്യാസ നിലവാരത്തിലും അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലുമൊക്കെ സ്ത്രീകൾ ഒരുപാട് മുന്നേറ്റം കൈവരിക്കുന്നുണ്ടെങ്കിലും സ്വന്തം വീടുകളിൽ പോലും അവർ സുരക്ഷിതരല്ല എന്ന റിപ്പോർട്ടുകൾ പലപ്പോഴും നമ്മെ ഞെട്ടിക്കുന്നവയാണ്. നമ്മൾ മനുഷ്യനാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല. നമ്മൾ മനുഷ്യരൂപത്തിലുള്ള ചില ആളുകളാണ്. അതിനകത്ത് മൃഗമുണ്ട്, മനുഷ്യനുണ്ട്, ഭൂതമുണ്ട്, ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതിനെയെല്ലാം എന്ന് പറഞ്ഞാൽ ലൈഫ് ഈസ് എ പ്രോസസ് ഓഫ് എലിമിനേഷൻ ഫോർ ഇല്യൂമിനേഷൻ. ഒരുപാട് ആവശ്യമില്ലാത്തതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്യൂരിറ്റി ഉണ്ടാകുന്നത്, തനിമയുണ്ടാകുന്നത്. നിങ്ങളെല്ലാം പഠിക്കുന്നവരാണല്ലോ. ഇപ്പൊ സ്വർണ്ണ അയിര്, ഓർ അല്ലേ, ഗോൾഡ് ഓർ, അതിങ്ങനെ ഭൂമിയിൽ നിന്ന് വെട്ടിയെടുക്കുകയാണ്. അതിനകത്ത് ഇറ്റ് ഈസ് ഫുൾ ഓഫ് ഇമ്പ്യൂരിറ്റീസ്. അത് എത്രയോ ഫർണസിലൂടെ കയറി അതിൻ്റെ ഇമ്പ്യൂരിറ്റീസ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴാണ് അത് തനിമയുള്ള തനി തങ്കമാകുന്നത്. Am I right or not? കുറച്ചു. അപ്പോൾ വി ഓൾ നീഡ് എ കൈൻഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ. നമ്മൾ ഈ ഒരു നോയമ്പിന്റെ കാലമാണ്. നിങ്ങളിൽ മിക്ക ആളുകളും നോയമ്പെടുക്കുന്നവരാണ്. ആകാമല്ല, നോയമ്പെടുക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഒന്നും നമ്മൾ ധരിക്കണ്ട. ബട്ട് നത്തിങ് റോങ് ഇൻ ഒബ്സർവിംഗ് ലെൻത്ത്. Ultimately it is a kind of discipline. Life we are focusing on our own life. Instead of looking out and looking at others, we are looking into and see who am I. അപ്പൊ ഈ തനിമ എന്ന് പറയുന്നത് തനിയെ വരുന്നതല്ല. തനിമ എന്ന് പറയുന്നത് നമ്മൾ ബോധപൂർവം സൃഷ്ടിച്ചുണ്ടാക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ 24 എന്നാ പറയുക 24 ഈ പ്യുവർ സ്വർണത്തിന്റെ മനസ്സിലായി, അങ്ങനെ ആകാം. നമുക്കിന്ന് ജെൻഡർ ഇക്വാലിറ്റിക്ക് എന്താണ് പ്രാധാന്യം? കഴിഞ്ഞ വർഷത്തെ ഇന്റർനാഷണൽ വിമൻസ് ഡേ സ്ലോഗൻ എന്തായിരുന്നു? ആർക്കെങ്കിലും അറിയോ? ഡിജിറ്റ് ഓൾ, ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ എവ്രിബഡി. അതായത് ഡിജിറ്റൽ വേൾഡിലേക്ക് സ്ത്രീകളെ കൂടുതലായിട്ട് എൻ്റർ ചെയ്യിക്കണം, ഡിജിറ്റൽ വേൾഡിലൂടെ എക്യുപ്ഡ് ആക്കണം. ഈ വർഷത്തെ ഇന്റർനാഷണൽ സ്ലോഗൻ എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ?
എനി ഐഡിയ? ഇൻവെസ്റ്റ് ഇൻ വിമൻ, സ്ത്രീകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇങ്ങനത്തെ ഒരു വാക്കാണല്ലോ ഇൻവെസ്റ്റ്മെന്റ്. ഇത് ലോകം ശ്രദ്ധയോടുകൂടി നോക്കുന്ന ഒരു വാക്കാണ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ് ഇൻ വിമൻ, സ്ത്രീകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്തിനു വേണ്ടി? ഫോർ ദ പ്രോഗ്രസ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയെ പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സ്ത്രീകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്.